students, welcome back to Bosco Campus Vision. In the previous session, we discussed the concept of SML and CML under CAPM model. So in this session, we will look into the next model that comes under portfolio selection, that is arbitrage pricing theory. So the arbitrage pricing theory model was developed by Stephen Ross in the mid-1970s as an alternative model to CAPM. It is an attempt to address the deficiencies of CAPM. സോ 1976 സ്റ്റീഫൻ റോസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഡെവലപ്പ് ചെയ്ത മോഡലാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി മോഡൽ എന്ന് പറയുന്നത്. സോ CAPMൻ്റെ ഡെഫിഷ്യൻസീസും ലിമിറ്റേഷൻസും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇറക്കിയ മോഡലാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി മോഡൽ എന്ന് പറയുന്നത്. And this is such a model which attempts to explain the security pricing behavior in a multi-factor framework. സോ ഇവിടെ ഒരു ഫാക്ടർ അല്ല കൺസിഡർ ചെയ്യുന്നത്, ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസിങ്ങും അതിൻ്റെ റിട്ടേൺസിനെയും എഫക്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫാക്ടേഴ്സിൻ്റെ ഒരു ഫ്രെയിംവർക്കിലൂടെയാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The basic assumption of the theory is that the security returns are related to an unknown number of unknown factors such as risk factors. So arbitrage pricing തിയറിയുടെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുടെ റിട്ടേൺസ് ഒരു സിംഗിൾ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതല്ല, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആൻ അൺനോൺ നമ്പർ ഓഫ് അൺനോൺ ഫാക്ടേഴ്സ് വിച്ച് ഇസ് നോൺ ആസ് റിസ്ക് ഫാക്ടേഴ്സ്. സോ അൺനോൺ നമ്പർ ഓഫ് അൺനോൺ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു എണ്ണമില്ലാത്ത നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാത്ത ചില ഫാക്ടേഴ്സിൻ്റെ ഒക്കറൻസായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് സെക്യൂരിറ്റിയുടെ റിട്ടേൺസ് ഇരിക്കുന്നത് എന്നാണ് APTയുടെ ബേസിക് അസംഷൻ. സോ ഈ അൺനോൺ ഫാക്ടേഴ്സിനെ പറയുന്ന പേരാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് APT ഓൾസോ അസ്യൂംസ് ദാറ്റ് മാർക്കറ്റ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ആസ് വെൽ ആസ് എഫിഷ്യൻറ്റ്. ഇറ്റ് ബിലീവ്സ് ദാറ്റ് സംടൈംസ് മാർക്കറ്റ് മിസ്പ്രൈസ് സെക്യൂരിറ്റീസ്. സോ ഈ ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയുടെ അസംഷൻ എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ശരിയാണ്, അതായത് മാർക്കറ്റ് പെർഫെക്റ്റുമല്ല അതുപോലെ എഫിഷ്യൻറ്റും അല്ല. റിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതൊരിക്കലും പെർഫെക്റ്റും ആയിരിക്കത്തില്ല, അത് എഫിഷ്യൻറ്റും ആയിരിക്കില്ല. അതുപോലെ തന്നെ ചില കേസസിൽ മാർക്കറ്റ് സെക്യൂരിറ്റീസിനെ മിസ്പ്രൈസ് ചെയ്യാറുമുണ്ട്. സോ ഇത്രയും അസംഷൻസ് വെച്ചിട്ടാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയിൽ നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ CAPM മോഡലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അസംഷൻസ് ആണ് APT മോഡലിനുള്ളത്. സോ അതുകൊണ്ടാണ് ഇത് CAPMൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. സോ ദ ബേസിക് അസംഷൻ വാസ് ദാറ്റ് ദ സെക്യൂരിറ്റി റിട്ടേൺസ് ആർ റിലേറ്റഡ് ടു ആൻ അൺനോൺ നമ്പർ ഓഫ് അൺനോൺ ഫാക്ടേഴ്സ് which is known as risk factors. So these multiple factors are expected to have an impact on the return of a security. And these factors may be growth in GDP, change in interest rate, inflation rate, index returns, gold prices, etc. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റിയുടെ റിട്ടേണിനെ എഫക്റ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. ദാറ്റ് ഇസ് ഗ്രോത്ത് ഇൻ GDP, change in interest rate, inflation rate, index return, and the change in gold prices. So these factors are represented in the model by or as F1, F2 till Fk. So arbitrage pricing theory മോഡലിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് F1, F2, F3, F4 അങ്ങനെ Fk വരെയുള്ള സിമ്പിൾസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Fk വരെ പോകുന്നത് ബിക്കോസ് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല, ദിസ് ഇസ് അൺനോൺ. സോ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ F1, F2 till Fk ആണ്. And the impact of the specific factors on a specific security return is measured by the factor specific beta coefficient, that is B1, B2 till Bk. സോ ഈ ഓരോ ഫാക്ടേഴ്സിനും ഓരോ സെക്യൂരിറ്റി റിട്ടേണിനുള്ള ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്നത് ബീറ്റ കോഎഫിഷ്യൻ്റ് വെച്ചിട്ടാണ്, ദാറ്റ് ഇസ് B1, B2, B3 till Bk. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഒരു ഫോർമുല നോക്കി കഴിയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. So next we will move on to the calculation under arbitrage pricing theory model. So the expected return can be calculated using the formula R is equal to A plus B1 into F1 plus B2 into F2 plus B3 plus F3 till Bk plus Fk plus E. സോ ഇവിടെ A എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതുപോലെ F1, F2 till Fk എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സ്റ്റോക്ക് റിട്ടേൺ ആണ്. അതിപ്പോൾ ഗ്രോത്ത് ഇൻ GDP ആവാം, ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, ഇൻഫ്ലേഷൻ റേറ്റ് ആവാം, എക്സെട്ര അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം.
സോ ഈ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ F1, F2, F3 till Fk വരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് B1, B2 till Bk. ദിസ് റെപ്രസെൻറ്റ്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ സ്റ്റോക്ക് റിട്ടേൺ ടു ദ ഫാക്ടേഴ്സ്. സോ ഈ ഫാക്ടേഴ്സ് കാരണം സ്റ്റോക്ക് റിട്ടേണിൽ സംഭവിക്കുന്ന സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്നത് ബീറ്റ കോഎഫിഷ്യൻ്റ് വെച്ചിട്ടാണ്. അത് ഓരോ ഫാക്ടേഴ്സിനും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇപ്പോൾ F1 ആണെങ്കിൽ B1 വെച്ച് മെഷർ ചെയ്യും, F2 ആണെങ്കിൽ B2, സോ ടിൽ Fk Bk വരെ മെഷർ ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് E is equal to റാൻഡം എറർ വിത്ത് മീൻ ഈക്വൽ ടു 0. സോ ഈ ഫാക്ടേഴ്സ് വഴി അല്ലാതെ സംഭവിക്കുന്ന എന്തെങ്കിലും എററിനെയാണ് നമ്മൾ E വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റാൻഡം എറർ. സോ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. The two factors GDP growth rate and inflation rate have been identified as explaining a stock's return, and they have a risk premium rates of 5.4% and 3.25%, and if the risk-free rate is 4.25% and the sensitivity to factor 1 and 2 are 0.60 and 1.35, calculate the expected return. സോ ഇവിടെ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്, GDP ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റും. സോ അതിൻ്റെ റിസ്ക് പ്രീമിയം റേറ്റ്സും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ രണ്ട് ഫാക്ടേഴ്സിൻ്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്ന ബീറ്റ വാല്യൂസും തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് B1 is equal to 0.60 and B2 is equal to 1.35. സോ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് R is equal to A plus B1 F1 plus B2 F2 plus E എന്നാണ്. സോ ഇവിടെ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് B2 F2 വരെ ചെയ്താൽ മതി. സോ ഈ വാല്യൂസ് നമ്മൾ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4.25 പ്ലസ് 0.60 ഇൻറ്റു 5.40 പ്ലസ് 1.35 ഇൻറ്റു 3.25 എന്നൊരു ഇക്വേഷൻ കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4.25 പ്ലസ് 3.24 പ്ലസ് 4.39 കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 11.8% ആണ്. സോ ഇത്രയും വാല്യൂസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 11.8% ആണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ കാൽക്കുലേഷൻ ഓഫ് expected return under arbitrage price theory model. So in this session we discussed the concept of arbitrage pricing theory model, its major assumptions, the multiple factors under APT model, and the calculation of expected return under arbitrage pricing theory model. Hope all are clear with the topic. Thank you.